അല്ലടി ഈ ക്ലീറ്റോന്റെ ഈ ഹെൽപ്പ് നന്നായി പോണ്ടല്ലേ? ഓ കുഴപ്പമില്ല, ദൈവം സഹായിച്ചു. എന്താണാവോ നമ്മുടെ ഈ കർഷക സംഘത്തിന്റെ പ്രസിഡന്റിന്റെ മരുവളുടെ പ്രസവ ശുശ്രൂഷയ്ക്ക് ഹോം നേഴ്സിനാക്കി കൊടുത്തു ഈ വി ഹെൽപ്പ്. നല്ല കുട്ടിയാത്ര. ഇതുപോലെ ഇതിലെ പുഴയുടെ അപ്പുറത്ത് മത്തായിച്ചേട്ടന്റെ വീട്ടില് ഒരു പെങ്കൊച്ചിനെ കൊണ്ട് കൊടുത്തായിരുന്നു ഹോം നേഴ്സായിട്ട്. നല്ല കൊച്ചാന്ന്. ഓർഡറുകളൊക്കെ നന്നായി വരുന്നത്. കുഴപ്പമില്ല, എത്ര നാളത്തേക്കാന്നാവോ. അല്ലടി നമുക്ക് ചേച്ചീനെ നോക്കാൻ വേണ്ടിട്ടേ വി ഹെൽപ്പിൽ പറഞ്ഞിട്ട് ഇവിടെ ഒരു ഹോം നേഴ്സിനെ വെച്ചാൽ. എന്തിനമ്മനെ നോക്കാൻ ആള്? ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. നിങ്ങളെവിടെ? എന്ത് ഈ മെമ്പർ ആയതിന്റെ ശേഷം നാട് നേരാക്കാൻ പോണു. അവള് ഡാൻസ് ക്ലാസ്സിന് പോണു. വയസ്സുകാലത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എന്തെങ്കിലും പറ്റിയാലോ? പിന്നെ എന്തു പറ്റാൻ? അമ്മയ്ക്ക് നല്ല ഒരു കുഴപ്പമില്ല, നല്ല ആരോഗ്യവതിയായിട്ട് അമ്മ ഇരിക്കുന്നത്. അമ്മയുടെ കാര്യങ്ങൾ അമ്മ തന്നെ എല്ലാം ചെയ്യണം, ഞങ്ങളെ കൊണ്ട് പോലും ഒന്നും ചെയ്യിപ്പിക്കൂല. പിന്നെയാണ് ഇനി ആളെ എടി പ്രായമായി വരെ നീ പറയണ പോലെ ഒന്നുമില്ല. ചേച്ചിക്കൊക്കെ ഒരുപാട് അസുഖങ്ങളുണ്ട്. പിന്നെ ചേച്ചിക്ക് ഇപ്പൊ എന്താ കുഴപ്പം? പ്രായമായി വരല്ലടാ മുട്ടുകാലൊക്കെ വേണം. അമ്മാവൻ പറയുവാണ് മുട്ടുകാലല്ല അമ്മാവൻ പറയുവാണ് ക്ലീറ്റോനോട് പറഞ്ഞിട്ടൊരു ഹോം നേഴ്സിന് അമ്മേനെ നോക്കാൻ ഇവിടെ വെക്കാൻ. പിന്നെ ഞങ്ങളെന്തിനാ ഇവിടെ? അല്ല അവന് കൊട്ടേഷൻ പിടിച്ചു കൊടുക്കുന്ന ആര്? വി ഹെൽപ്പിന് സപ്പോർട്ട് ചെയ്യല്ലേ? എന്തിനാ പറ്റീന്? ഇല്ല വല്ല ആവശ്യമുണ്ടോ? അമ്മയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അവനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് അവന് വല്ല ഓർഡർ പിടിച്ചു കൊടുത്തിരിക്കാൻ എന്താ കാര്യം? 10 പൈസ തരും അവൻ. വേറെ വല്ലാരാണെങ്കിൽ വല്ല കമ്മീഷൻ കിട്ടും. ഇവന്റെ കയ്യിൽ നിന്നൊക്കെ 10 പൈസ കമ്മീഷൻ കിട്ടും. അവിടില്ലേ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലേ? എന്തിനാ കണ്ടിട്ട്? ഇടിപിടിക്കാനല്ലേ? ഇടി പിടിക്കുന്നതാണോ? ഞങ്ങള് ഒന്നും രണ്ടും പറയും, അവൻ തിരിച്ചു വല്ലതും പറയും. അത് കേൾക്കുമ്പോ ഒരു സന്തോഷം. നമ്മൾ അങ്ങോട്ട് എന്താ പറയുന്നത്, പരസ്പരം ഒരു ഇതാണ്. കാണുന്നവർക്ക് അത് അടിപിടിയാ. നിങ്ങളെ ഓഫീസിലേക്ക് വരൂ. ആ ഓഫീസിൽ വന്നാൽ ഞാൻ ബാക്കി വിവരങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. ശരി ശരി ശരി. എല്ലാരും കൂടെ എന്താണ് ആലോചന? നിന്നെ പറ്റിയാ? എനിക്ക് പങ്കെടുക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ എന്നെ കുറിച്ചാ പറയുന്നത്. ആകെ പ്രശ്നമായി മാറും. ഓ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നാട് മുഴുവനും എന്നെ കുറിച്ചും എന്റെ വി ഹെൽപ്പിനെ കുറിച്ചുള്ള ചർച്ചകളാണോ ഫുള്ളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ശരിയാ, പറയും. അതൊക്കെ ഇങ്ങനെ നല്ലതല്ലേ? മെമ്പർക്ക് മെമ്പറെ ഒന്ന് മേടിച്ച ഇടപാടുകളെല്ലാം ആർക്കെങ്കിലും എന്തെങ്കിലും തരണ്ട. തീരണ്ട. പിന്നെ ബാബുവിന്റെ കടയിൽ പറ്റ് അതെല്ലാം തീർത്തിട്ടുണ്ട്. ഇനി ഞാൻ ആർക്കെങ്കിലും ഇവിടെ എന്തെങ്കിലും പോലീസുകാരെ നിനക്കൊല്ലം തരണ്ടട ഞാൻ എന്താ? എനിക്ക് കുറച്ച് മനസ്സമാനം കിട്ടിയത് അത് അവനവനുണ്ടാക്കി എടുക്കണം, എന്നാലേ പറ്റുള്ളൂ. അത് പറഞ്ഞപ്പോ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ മാനസികമായി പിരിമുറുക്കം ഉള്ളവർക്ക് അത് മാറ്റാനായിട്ട് ഞങ്ങളൊരു യോഗ പരിപാടി നടത്തുന്നുണ്ട്. നീ വേണമെങ്കിൽ അതിലൊന്ന് പങ്കെടുക്ക. പക്ഷെ അവിടെ നീ കാണുമല്ലോ. ഓ ഞാനേ ഇതിനുള്ള മറുപടി പറയാനുള്ളതല്ല. പറഞ്ഞാ ശരിയാവൂല. വെറുതെ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞ ഇവനൊരു വിധം പച്ച പിടിച്ചു വരുന്നുണ്ട്. ഇവൻ ഇനി ഏത് കാലത്താണ് അവ നന്നാവുക? എല്ലാത്തിനും ഒരു സമയമുണ്ട് അമ്മാവ. ഞാൻ എന്തിനാ ഇത് പിടിച്ചു? മനഞ്ഞാന്ന് മേടിച്ച 500. പിന്നെ എന്താ ഇവിടെ നടക്കുന്നത്? ഇന്നലെ ഗൂഗിൾ പേ ചെയ്ത് 500. അയ്യോ എന്റെ കണക്കാ. അതിപ്പോഴേ വേണ്ടെന്ന് പറഞ്ഞു. ശരി ശരി. മീന്തല ചൂരയുടെ. ഇത് ലോകം അവസാനിക്കാൻ പോണെന്നുണ്ടല്ലേ? കുടങ്ങാവള ഫാമിലി പൊളിച്ചടക്കാണല്ലേ? കൊടുങ്ങാവുള്ള ഫാമിലിയുടെ കളികൾ ഇനി കാണാൻ പോണതേ. പോട്ടെ, എനിക്ക് 1-2 ഫോൺ കോളുകൾ ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. ഈ വരുന്നടേ. അപ്പോ മച്ചമ്മി ഒരു ചെറിയ ഹെൽപ്പ് ചെയ്യൂ. സാമ്പത്തികം ഒഴിച്ച് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യും. അതാണ് വി ഹെൽപ്പ്. അല്ല സാമ്പത്തികമല്ല, ഇപ്പൊ എന്തിനും നിങ്ങൾ വി ഹെൽപ്പ് ഉണ്ടല്ലോ. ഓ ഈ ചില വീടുകളിലെ ഉപയോഗിക്കാതെ കേടായിരിക്കുന്ന ബൈക്കുകളുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ബൈക്കുകൾ മെക്കാനിക്ക് വന്ന് ഉത്തരവാദിത്തോടെ ചെയ്തു കൊടുക്കുന്ന പറഞ്ഞൊരു പരസ്യം കൂടെ. മെക്കാനിക്കാര് നീയാ? ബെസ്റ്റ്. ഞാൻ അങ്ങനെ വിശ്വസിക്കും. അതെന്തിനു വർത്താനം മച്ചമ്പി? ഒന്നും ചോരയല്ലേ? അതാണ് എന്റെ പേടി. അതാണേ സംഭവം ഒന്നും കുഴപ്പമില്ല. വർക്ക് ഞാൻ പിടിക്കാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഉത്തരവാദിത്തമായിട്ട് പണി ചെയ്യണം. പിന്നെ പണി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലേബർ ഞാൻ ഫിക്സ് ചെയ്യും. ശമ്പളമൊക്കെ എത്രയാണ് അതിൻ്റെ ഇതെന്നുള്ളത് ഞാൻ പറയും. നിനക്ക് അതിൻ്റെ കമ്മീഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾ തരും. കമ്മീഷൻ? കമ്മീഷൻ. അതെങ്ങനെ ശരിയാവും?
എടാ വി ഹെൽപ്പിൻ്റെ പരിപാടി എല്ലാം കമ്മീഷനാണ്. കമ്മീഷനുള്ള പരിപാടിക്കേ വി ഹെൽപ്പ് ഉള്ളൂ. സമ്മതമാണെങ്കിൽ പറഞ്ഞു. കാരണം ഒന്നാമത്തെ കാര്യം, നീ പണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം എനിക്കാണ്. ഇനി ഹോൺ കേട്ടില്ലെങ്കിൽ, ലൈറ്റ് കത്തിയില്ലെങ്കിൽ, ഇൻഡിക്കേറ്റർ വർക്കായില്ലെങ്കിൽ എല്ലാത്തിനും അവർ നമ്മളെ വിളിക്കുള്ളൂ. നീ പണി ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ പരിപാടിയും കഴിയേ. പണി ചെയ്യുന്ന ഞാനല്ലേ? ആ അതാണ്, അത് ശരി തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഉത്തരവാദിത്വം മുഴുവൻ എനിക്കാണ്. സമ്മതമാണെങ്കിൽ പോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം, ഒരു 1000 രൂപ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യണം, ഒരു ഫോം ഫില്ല് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മൾ ചെയ്യപ്പോകുള്ളൂ. അല്ല 1000 രൂപയുടെ കേസുണ്ട്. എടാ സമ്മതമാണെങ്കിൽ അത് നമ്മൾ വി ഹെൽപ്പായിട്ട് കോൺട്രാക്ട് ഉണ്ട്. എങ്കിൽ പിന്നെ എനിക്ക് ആ കിട്ടുന്ന പണിയും ചെയ്ത് വർഷോപ്പിൽ പോയി ഞാൻ സാൾട്ടസ് എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഞാൻ അവന് കൊടുത്തോളാം. അച്ഛൻ ഇങ്ങനെ കണ്ണിച്ചാറില്ല പ്രവർത്തിക്കരുത് കേട്ടോ. ആ വി ഹെൽപ്പ് ഇങ്ങനെയാണ്. എന്താടാ വി ഹെൽപ്പിനോട് ഞാനൊരു ഹെൽപ്പ് ചോദിച്ചപ്പോൾ പുള്ളിക്ക് പറ്റത്തില്ലെന്ന്. കൈ പൈസ വന്ന് തന്നെ ചാടാ. നിനക്കറിയാൻ പാടില്ലേ നിന്റെ മച്ചമ്പിയുടെ സ്വഭാവം? അത് ഇങ്ങനെ മാറ്റം ഉണ്ടോ? നമ്മുടെ വി ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് സർവീസ് കൊടുക്കുക, അതാണ് നമ്മുടെ പോളിസി. ഓക്കെ? എന്റെ സാറേ, സാറിനെ ഞാൻ സമ്മതിച്ചു കേട്ടോ. എന്നെ ഞാൻ എന്നേ സമ്മതിച്ചിരിക്കുന്നു. ആഹാ വാ വാ, ഇത് എവിടെയാണ്, കാണാനില്ലല്ലോ. ഞാൻ ഒരു കാര്യം ഒപ്പിച്ചു തരാം. എത്ര കമ്മീഷൻ തരും? എടേ നടരാജ, ഞാനിവിടെ ഇരിക്കൂല്ലേ? പിന്നെ എന്നോട് കാര്യം പറഞ്ഞാൽ പോരെ? ഞാൻ ഇല്ലാത്തപ്പോൾ അവിടെ വന്ന് കാര്യം പറഞ്ഞാൽ മതി കേട്ടോ. എന്താ നിന്റെ പ്രശ്നം എന്താണ്? ഒരു കാര്യം ഞാൻ ഒപ്പിച്ചു തരാം. എനിക്ക് എത്ര രൂപ കമ്മീഷൻ തരും? വന്ന ഉടനെ കമ്മീഷൻ എത്ര തരും നോക്കിയാൽ, ഞാൻ കമ്മീഷക്കട അല്ല നടത്തണത്. നീ ആദ്യം എന്താണ് ഒപ്പിച്ചതെന്ന് ആ കോള് പറ. അതെനിക്കറിയാം. മുത്തുലക്ഷ്മിയുടെ കൂട്ടുകാരി ഇവിടെ വാടകയ്ക്ക് താമസിക്കുക. അവളിപ്പോ വീടും കുറച്ച് സ്ഥലവും വാങ്ങിച്ചു ഇവിടെ. ഓ ഓ ഓ അതിന് പാല് കാച്ചി നടത്തുന്നതിന് മുമ്പേ ഒരു പൂജാരി പിടിച്ച് ശുദ്ധി കലശമോ അങ്ങനെ എന്തൊക്കെ പൂജ ചെയ്യണം. അവർക്ക് ഈ സ്ഥലത്തെ പരിചയമില്ല. ഓ ഓ ഓ അപ്പൊ എന്താ പൂജാരി വേണം? പൂജാരി വേണം. പൂജാരി എത്ര പൂജാരി വേണം നടരാജ? അതൊക്കെ നമ്മുടെ കസ്റ്റഡിയിൽ ഇഷ്ടംമാരി ഉണ്ട് അല്ലേ ചെറുമളെ? അല്ല സാറേ, പൂജാരി ഇല്ല. പൂജാരി നമ്മുടെ ഉള്ള പൂജാരി ലീവിലാ. പൂജാരി വേറെ ഞാൻ തരാം. മന്ത്രം എനിക്ക് നാക്ക് ഉടക്കും, അത് പറ്റൂല. ഞാൻ നമുക്ക് അറേഞ്ച് ചെയ്യാം, ശരിയാക്കാം നമുക്ക്. സാറേ എന്റെ വീടിന്റെ അടുക്ക് ഒരു പൂജാരി ഉണ്ട്, രമേശൻ പൂജാരി. അതാ പൂജാരി ഓറ് ഇങ്ങനത്തെ പരിപാടിയെല്ലാം ചെയ്യുന്ന. അപ്പൊ പൂജാരി സെറ്റ്, എന്താ പേടിക്കാന്? ഓക്കെ ആയില്ലേ? അപ്പൊ ആ പൂജാരിയുടെ നമ്പർ എടുത്ത് വെക്കേ. കമ്മീഷൻ എടേ, കമ്മീഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് നടന്നില്ലല്ലോ. നീ ആദ്യം ആ പാർട്ടിയുടെ കോണ്ടാക്ട് നമ്പർ എന്തെങ്കിലും താ. ഒരു നമ്പർ എന്നെ ഇല്ല, മുത്തുലക്ഷ്മി കയ്യിലാണുള്ളത്. ഞാൻ മുത്തുലക്ഷ്മിയെ വിളിച്ചിട്ട് അവരുടെ നമ്പർ തരാൻ പറയും. ഞാൻ വിളിച്ച മുത്തുലക്ഷ്മിയെ കിട്ടില്ല, എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാലിക്ക് പൊങ്കാല സാരി വാങ്ങിച്ചു കൊടുക്കാൻ ദേഷ്യത്തിൽ എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു. എന്നാ ഒരു കാര്യം ചെയ്യ്, മുത്തുലക്ഷ്മിയുടെ നമ്പർ നീ പറഞ്ഞ ഞാൻ എന്റെ ഫോണിൽ നിന്ന് വിളിക്കാം. അതെനിക്കറിയില്ല, കാണാൻ അറിയില്ല. നിന്റെ ഫോണിലുണ്ടല്ലോ, അതിൽ നിന്ന് വിളിക്കാമല്ലോ. എന്റെ ഫോൺ വാങ്ങിച്ച് അവളാ നമ്പർ ഡിലീറ്റ് ചെയ്തു. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നേരിട്ട് പോയാൽ വർക്ക് കിട്ടൂ. ഇപ്പൊ നേതാവ് കൂടുവാ. ശർമിള, ഇതൊക്കെയാണ് സാഹചര്യം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, പൂജാരി നമ്പർ എടുത്ത് വെക്കുക. ഞാനും കൂടെ നേരിട്ട് പോയി സംസാരിച്ചിട്ട് ഇതിപ്പോ എപ്പോഴാണ്, എന്നത്തേക്കാണ് അതവർ പറയും. ശരി. അപ്പൊ അതനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞാൽ അപ്പൊ പൂജാരിയെ വിളിക്കുക, ആ ഡേറ്റ് അങ്ങ് ബ്ലോക്ക് ചെയ്യാം. ഓക്കെ? ഇറങ്ങ്. കമ്മീഷൻ തരാം, നീ ഇറങ്ങ്. നോട്ട് അത്ര ശരിയില്ല സാർ. നമ്മളങ്ങോട്ട് നോക്കാതിരുന്നാ മതി. അല്ല സാറേ, ആരെ മുത്തുലക്ഷ്മി ഓർ അമ്മയാ? ഭാര്യ. എന്റെ സാറേ സമ്മതിക്കണം കേട്ടാ. ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ മറക്കണ്ട കേട്ടോ. സാറ് ധൈര്യമായിട്ട് പോയിക്കോ. ഇതെന്താണ് ശർമ്മ പറ. അയ്യോ, എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതായത് അവര് കുടുംബത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ?
സർമു ഞാൻ ആ ശരി ഓക്കെ. കർത്താവേ, നാളത്തെ പൂജക്കുള്ള പൂജാരിക്ക് നെഞ്ചോര ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിന്ന്. അയ്യോ, ഇനിയിപ്പോ രാവിലെ പൂജക്ക് ഞാൻ എന്തോ ചെയ്യും? പൂജക്ക് എന്ത് ചെയ്യും നീ? മണി 1 മണിയായി. ഈ സമയത്തിന് ഞാൻ എവിടുന്ന് പോയി പൂജാരിയെ തപ്പിയെടുക്കും? നമുക്കൊരു കാര്യം ചെയ്താലോ, നമ്മുടെ അമ്പലത്തിലെ പൂജാരിനോട് പറഞ്ഞാലോ? പിന്നെ അമ്പലത്തിൽ ആര് പൂജ ചെയ്യും? അത് നിങ്ങളെ അങ്ങേര് വരുമൊന്നുമില്ല. ഇനി എന്ത് ചെയ്യും? ഒരു രീതിയിലും ഒരു കാര്യവും ചെയ്ത് എത്തിക്കാൻ പറ്റണില്ല. എന്റെ കർത്താവ്, ഇത് എന്തൊരു പരീക്ഷണമാണിത്. പൂജാരി വല്ലതും പരിചയമുണ്ടോ? എനിക്ക് ആരും അറിഞ്ഞൂടാ. അമ്മാവനൊന്ന് വിളിച്ചാലോ? വിളിച്ചു നോക്ക്. രാത്രി അമ്മ ഫോൺ എടുക്കൂ. എടുക്കുന്നില്ല. എനിക്കറിയില്ല തങ്ക. ടീറ്റാ, ഞാൻ ഉറങ്ങട്ടെ, കണ്ണടഞ്ഞു വീണ്. പോയി കിടന്ന് ഉറങ്ങ്. പോ, കിടന്നോ. നിങ്ങളെയൊന്നും ബാധിക്കൂലല്ലേ? എന്റെ അല്ലേ ബാധിക്കും. സാരമില്ല, നേരം വെളുക്കുമ്പോ കിട്ടുവാ. അതാണ് ഉറങ്ങടി. നിനക്കൊന്നും അറിയണ്ടല്ലോ. ആവശ്യമില്ല കണ്ടു നിർവഹിക്കുന്ന പുലവത്സകരകല സജീവനും സജീവന്റെ കുടുംബത്തിനുമുള്ള എല്ലാ പൂജകളും ചെയ്തുകൊണ്ട് നമ്മളെല്ലാ പാപങ്ങളും വിട്ടൊഴിയാൻ വേണ്ടി ഭഗവാനോട് 2 കൈ കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ട് ഓം കർമ്മണേ മഹാവിഷ്ണു. ഹോമവും ഐശ്വര്യപൂജയും കഴിഞ്ഞാൽ വീടിന്റെ ദോഷങ്ങളെല്ലാം മാറുമായിരിക്കും അല്ലേ പൂജാരി? കേട്ടില്ലെന്നുണ്ടോ? അതേ പൂജാരി, ഹരിദ്വാറിലെ ഹിമസാനുക്കളിൽ തണുപ്പിലിരുന്ന് തപസ് ചെയ്തിട്ട് കേൾവിക്കൊരല്പം കുറവുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞാൽ കേൾക്കും. പൂജകളെല്ലാം കഴിയുമ്പോഴേക്കും ദോഷങ്ങളെല്ലാം മാറുമായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ പാലുകാച്ചലുള്ള ഡേറ്റ് ഇന്ന് തന്നെ ഒന്ന് പറഞ്ഞാട്ടെ. തൊട്ടടുത്ത ദിവസം ആയിക്കോട്ടെ. അത്ര പെട്ടെന്നോ? തൊട്ടടുത്ത ദിവസം എന്ന് പറയുമ്പോൾ അടുത്തടുത്ത ദിവസങ്ങൾ, അതായത് 7 ദിവസം കഴിഞ്ഞ് വരുന്ന ചൊവ്വാഴ്ച നല്ലൊരു മുഹൂർത്തമുണ്ട്. ആ സമയത്ത് പാലുകാച്ചാം. സജീവ യാതൊരു കാരണവശാലും ഈ പാലുകാച്ചൽ കർമ്മത്തിന് വലിയ മുൻതൂക്കം കൊടുക്കാതിരിക്കുക. എല്ലാം മറ്റൊരാളെ ഏൽപ്പിക്കുന്നതായിരിക്കും നന്നായി. കാര്യം എന്താണെന്ന് വെച്ചാലേ, താങ്കൾ ചെയ്താൽ ഫലപ്രാപ്തി ഉണ്ടാവില്ലേ, അതുകൊണ്ടാ. ഏത് എന്നാ പിന്നെ എല്ലാ കാര്യങ്ങളും വി ഹെൽപ്പിനെ തന്നെ ഏൽപ്പിക്കാം. അയ്യോ, ഓക്കെ, ഞങ്ങള് വിശ്വാസമാണെങ്കിൽ ഞങ്ങൾ ചെയ്യാം. എല്ലാം മംഗളമായിട്ട് ഞങ്ങൾ ചെയ്തോളാം. പ്രത്യേകിച്ച് തിരുമേനി പറഞ്ഞ ഇതൊക്കെ ആവുമ്പോൾ അതിൻ്റെ രീതിക്ക് ഞങ്ങൾ ചെയ്യും. ചെയ്തുതരാം. താങ്കൾ വില കൊടുത്ത വീടായതുകൊണ്ടും ഈ വീട്ടിലെ 2ാം താമസക്കാരനായതുകൊണ്ടും താങ്കൾ മുൻകൈ എടുത്താൽ അത് പൂർണ്ണമാവില്ല. അതുകൊണ്ട് ആഹാരം, പന്തല്, ഇല, ട്യൂബ്ലൈറ്റ് അങ്ങനെയുള്ള എല്ലാ പാലുകാച്ചലിന്റെ കാര്യങ്ങളും ഉത്തരവാദിത്തം ഒരാളെ അങ്ങനെ ഏൽപ്പിക്കുക. എന്നാലേ നമ്മൾ ചെയ്ത ഈ പൂജ കൊണ്ട് ഈ പാലുകാച്ചലിന് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകും. ദോഷങ്ങളുണ്ടാവേ ഈ നാളും പൊരുത്തങ്ങളും ഒക്കെ വരുമ്പോ ഞങ്ങളുണ്ടല്ലോ. വി ഹെൽപ്പ് ഉണ്ട് കേട്ടോ. എന്തിനും ഏതിനും കൂടെ ഉണ്ട് വി ഹെൽപ്പ്. ഓം കർമ്മണേ മഹാവിഷ്ണു. എല്ലാവരും കണ്ണടച്ച് നന്നായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. കാര്യം ഈ വീട്ടിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള പൂജയാണ്. ഓം മഹാവിഷ്ണു പരമശിവനേ മാളികപ്പുറം മകരവിളക്കേ. ഓം ഗ്രീം ക്ലീം
ഓം ശാന്തി ശാന്തി രംഗാധിപതി കൈലാസദൈവനം വിഷ്ണു ചതുർഭുജം ധരിഷ്ഠം മഹാവിഷ്ണുവേ. അമ്മ എന്താ ഡാൻസ് ടീച്ചർ തുടങ്ങിയാ തുടങ്ങി? ക്ലീറ്റോ ചേട്ടൻ എന്താ ഇവിടെ? പൂജ പൂജ പരിപാടിക്ക് ഞങ്ങളാ. ഇതെന്റെ ആങ്ങളെയാ ക്ലീറ്റോ ചേട്ടൻ. ആണോ? ക്ലീറ്റോ ചേട്ടനാണോ പൂജയുടെ കാര്യമൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്? ഞങ്ങൾ ഹൗസ് മാമിന്റെ എല്ലാ കാര്യങ്ങളും ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നേ. ആണോ? അങ്ങനെയാണെ പിന്നെ ക്ലീറ്റോ ചേട്ടൻ എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തരും. അത് മനസ്സിലായി. ഇപ്പൊ തന്നെ ഹരിദ്വാറിൽ ധ്യാന വിരുന്ന സ്വാമിജീനെ കൊണ്ടുവന്നിരിക്കുന്നത് പൂജയ്ക്ക്. ആണോ? പൂജാരി, ഇത് ഞങ്ങളുടെ കുട്ടികളുടെ ഡാൻസ് ടീച്ചറാണ്. കാത്തുരക്ഷിക്കണേ ഭഗവതി, കാത്തുരക്ഷിക്കണേ. ഓം ക്രീം ക്ലീം കാത്തുരക്ഷിക്കണേ. തമ്പുരാട്ടി കാത്തുരക്ഷിക്കണേ. ഭഗവതി കാത്തുരക്ഷിക്കണേ. ഓ എന്റെ എന്തൊരു തലയിലെഴുത്താൻ നോക്കണേ. നിങ്ങൾ കൊടുങ്ങാവിള ബ്രദേഴ്സിനെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും സ്വസ്ഥത ഉണ്ടായി ഈ വീട്ടില്? എന്തൊക്കെയാണ് നിങ്ങൾ ഈ വീട്ടുകാരെ കൊണ്ട് എന്നെ പറയിപ്പിക്കുന്നത്? എനിക്ക് കണ്ണീരൊഴിഞ്ഞിട്ട് നേരമുണ്ട് രണ്ടിനെ കൊണ്ട്. അത്രയൊന്നും സംഭവിച്ചില്ല. കേട്ടോ, അവിടെ വന്ന പൂജാരിയുടെ വേഷം കെട്ടി ഇരുന്നപ്പോ അത് കണ്ടപ്പോ തൊട്ട് എന്റെ കാലേന്ന് തരിച്ചു കയറി വരുന്നതാ. ക്ലീറ്റോ ചേട്ടൻ എന്ത് തരത്തിലാ ക്ലീറ്റോ ചേട്ടൻ നിന്നെ ഒരുക്കി കെട്ടി അങ്ങോട്ട് കൊണ്ടുപോയത്? മോളെ, എന്റെ സാഹചര്യം നീ മനസ്സിലാക്ക്. രാത്രി 1 മണിക്ക് വരാന്ന് പറഞ്ഞ പൂജാരിക്ക് നെഞ്ചുവേദന വന്ന് ആശുപത്രി കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ഈ വെളുക്കാൻ കുറച്ച് സമയമുള്ള. അതിനകത്ത് ഞാൻ എവിടെ പോയി പൂജാരിയെ തപ്പിയെടുക്കും? അപ്പൊ എന്ത് ചെയ്യണം? പൂജ മാറ്റി വെക്കണം പൂജാരിയെ കിട്ടിയില്ലെങ്കിൽ. അല്ലാതെ ഇതിനെ ഒരുക്കി കെട്ടിയല്ല കൊണ്ടുപോകേണ്ടത്. അതൊന്നും മര്യാദയല്ല. നമ്മളെ സ്ഥാപനത്തിന് ഒരാൾ ആദ്യമായിട്ടൊരു വർക്ക് തരികയാണ്. ആ വർക്ക് തരുമ്പോൾ നമുക്ക് പിന്നെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ വർക്ക് കയ്യിൽ നിന്ന് പോവും. ഇതിപ്പോ നമ്മൾ പൂജയും നടന്ന് ഇപ്പൊ പാലുകാച്ചിന്റെ കൊട്ടേഷൻ നമുക്ക് തരുവേ. ആണാ? അവര് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ പിടിച്ചില്ലല്ലോ. എന്റെ കൂടെ ഡാൻസ് പഠിപ്പിക്കുന്ന ആ ടീച്ചറില്ലേ, അത് എന്റെ കൂടെ വരാനിരുന്നതാ. ആ കൊച്ചിന് റൊണാൾഡോ ചാച്ചനെ അറിയാം. അങ്ങനെയായിരുന്നെങ്കിലോ എന്ത് സംഭവിച്ചാൽ അവിടെ? ഇപ്പൊ ഒന്നും സംഭവിച്ചില്ല മോളെ. നീ ആയിട്ട് ആരോടും പറയാതിരുന്നാ മതി. എന്റെ ക്ലീറ്റോ ചേട്ടൻ ഈ പാവൊക്കെ എവിടെ കൊണ്ട് തീർക്കും? പിന്നെ പാപം ഭഗവാന്റെ സ്വർണം മൂട്ടിച്ചൊരു വിലസി കിടക്കുന്ന നാടാണ്. ആണാ? മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പിടിച്ചിട്ടുമുണ്ട്, നാട് മൊത്തം അറിഞ്ഞിട്ടുമുണ്ട്. കേട്ടല്ലോ, വലിയ വാചകം അടിക്കണം. ആരും അറിഞ്ഞില്ലല്ലോ. എന്നാ പിന്നെ എല്ലാരും അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ഡാൻസ് ക്ലാസ് ഇത് പാട്ടാവത്തില്ലായിരുന്ന. എന്നാ പിന്നെ ആ പാട്ടെടുത്ത് നിങ്ങൾക്ക് ഡാൻസ് ക്ലാസ്സിൽ ഡാൻസ് കളിച്ചൂടെ? അളിഞ്ഞ കോമഡി ആയിട്ട് വന്നിരിക്കുക. സത്യം പറയല്ലേ മോളെ, ഞാൻ ഇവനോട് പൂജാരി ആവാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ ഇവ ഒന്ന് പിന്തിരിഞ്ഞെങ്കിൽ ഒന്ന് ഉറക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. സത്യമായിട്ടും നേരെ തിരുമേനി റൊണാൾഡോ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലല്ലേ? പിന്തിരിഞ്ഞപ്പോ 500 വെച്ച് 1000 രൂപ തരാന്ന് പറഞ്ഞിട്ട് എന്നെ വലിച്ചിട്ട അതിനകത്തോട്ട്. എന്തായാലും ഇല്ലേ, നല്ല വൃത്തികെട്ട പരിപാടിയാ രണ്ടിന്റെ കയ്യിലിരിക്കുന്നത്. ആരാ പൂജ ചെയ്ത വീട്ടിൽ നിന്ന് അവര് വിളിക്കുന്നു. എന്റെ ദൈവമേ, കണ്ടുപിടിച്ചിട്ടുണ്ടാവും ഈശ്വര. എന്നെയും വിളിച്ചിട്ടുണ്ടാവും അവര്. എന്തുവാണ് ക്ലീറ്റോ ചേട്ടാ? ദൈവമേ, ഇനി ഇങ്ങനെ പുറത്ത് നിങ്ങളാ രണ്ടും കള്ളന്മാരാണ്. എന്നെ കൂടെ അതിന്റെ കുടുത്തിപ്പെടുത്തു. ഇനി എടുക്കണ്ടെന്നാ എടുത്തിട്ട് ഫോൺ എടുത്തിട്ട് പറ, ഒരബദ്ധം പറ്റി പോയതാ, പൈസ തിരിച്ചുതരാന്ന് പറ. ഫോൺ ശരിയാവില്ല. നീ പറ, നീ എടുക്ക. ഞാനാണോ പറയേണ്ടത്? മര്യാദക്ക് പറ, അല്ലെങ്കിൽ ഞാൻ എല്ലാരെയും വിളിച്ചു കൂട്ടും. പറ. ഹലോ, അതെ സാറ്, സത്യത്തിൽ സംഭവിച്ച ആണോ? ഓ, പിന്നെന്താ, അത്ര കേമമാണ് നമ്മുടെ പൂജാരി. ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കാം ചിലപ്പോ.
ശരി ശരി, ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഉറപ്പായിട്ട്. എന്തോ അയ്യോ, എന്താ? നമ്മള് പൂജ ചെയ്ത വീടില്ലേ, അവരിപ്പോ പുതിയതായിട്ട് വാങ്ങിയതാണല്ലോ. അപ്പൊ അവർക്ക് വഴിക്ക് വേണ്ടിട്ട് ഫ്രണ്ടിൽ ആ വീട്ടുകാരെടുത്ത് ഒരു 5 സെന്റ് സ്ഥലം ചോദിച്ചിരുന്നു. അവർ ഒരു രീതിയിലും കൊടുക്കില്ല എന്ന് പറഞ്ഞതാ. ഇപ്പൊ അവരാ വഴി കൊടുക്കാമെന്ന് സമ്മതിച്ചു. അതെല്ലാം പൂജയുടെ ബലമാണെന്ന് അവർ പറയണത്. ഇനിയിപ്പോ പാലുകാച്ചിന് മുമ്പ് ഒരു പൂജയും കൂടെ ചെയ്യണം. അത് ഇതേ പൂജാരി തന്നെ വേണമെന്നാണ് അവരിപ്പോ പറയണേ. എന്നാലേ പെങ്ങളൂടെ അങ്ങോട്ട് പൊക്കോളൂ. പൂജയുടെ കുറച്ച് ബാക്കി സെറ്റിൽമെന്റ് ഉണ്ടേ. തിരുമേനി വരിക തിരുമേനി നടക്ക. ഓം ക്രീം സർവം മായേ തടത്തേ. പോരാമേ, ബാത്റൂമിൽ പോയിട്ട് വരാം.